ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ പാലക്ക് പൊട്ടറ്റോ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കടായി എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുക്, നല്ല ജീരകം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് വഴന്ന് വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിങ്ങനെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ്, ഞാൻ 2 ഉരുളക്കിഴങ്ങ് സ്ക്വയറായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസാണ്. ഇനി 1 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു 6-7 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരും ആ സമയത്ത്. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് പാലക്ക് ഞാൻ ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി ഇതേപോലെ അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പകുതിയോളം വേവായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 മീഡിയം തക്കാളി, നല്ല തക്കാളി പഴമാണ്, നല്ല പഴുത്താണ്, അതുകൂടി ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മൾ മീഡിയം തീയിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് ഇട്ട് കൊടുക്കുക. പാലക്കിൻ്റെ ഇല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി അടച്ച് വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ കുറച്ച് ചാറായിട്ട് വേണമെങ്കിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം, ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്. ഇപ്പോൾ നമ്മളുടെ എല്ലാം പാലക്കും പൊട്ടറ്റോ എല്ലാം നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനിയും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറി കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാൻ പറ്റിയ കിടിലൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.